അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആരതി. ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജി. ഇത് ഞങ്ങളുടെ മകൾ ദേവാത്മിക. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇരുന്നപ്പോൾ ഞാൻ 1-2 ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോയിരുന്നു. എവിടെയും പോയി ചികിത്സിച്ചിട്ടും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആദ്യം ചികിത്സയ്ക്ക് പോയ ഡോക്ടർ എൻ്റെ അടുക്കൽ പറഞ്ഞിരുന്നത് എൻ്റെ ട്യൂബിനൊരു ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ താമസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷത്തേക്ക് ചികിത്സയ്ക്കൊന്നും പോകാതെ തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊല്ലത്ത് തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് PCOD ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് സഹോദരി എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നത്. വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് അതിനു മുന്നേ എനിക്ക് ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ അടുക്കൽ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും ഉടനെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് തോന്നുന്നില്ല, IVF ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചാണ് ഞാൻ വീട്ടിൽ വന്ന് ഞാനിതേപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് വന്ന് ഉടമ്പടി എടുത്തിങ്ങനെ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുക്കൽ IVF ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെന്ന് ഇതേപോലെ മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇനി ഒരു ഡോക്ടറെയും ഞാൻ കാണാൻ പോകത്തില്ല, ഒരു ഡോക്ടറെയും കാണുകയില്ല, ഒരു മരുന്നും ഇനി എനിക്ക് ആവശ്യമില്ല. മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു കുഞ്ഞിനെ എനിക്ക് തരുവാണെങ്കിൽ മാത്രം ഞാൻ സ്വീകരിക്കും, അല്ലാതെ ഇനി ഒരു മരുന്നുകൊണ്ട് ഇനി ഒരു കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഇവർ IVF ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത മാസം ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. ഞങ്ങൾക്ക് ഒരു മകളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ആർക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചി ഇതേപോലെ എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോകാം. കാരണം ഞാനത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളൊക്കെ എനിക്കൊക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒന്ന് പോകാമെന്ന്. എങ്കിലും വിശ്വാസം ഉണ്ടായിട്ടല്ല, ഇവിടെ വന്ന് ഇതേപോലെ ഇവിടെ ഇത്രയും ആളുകളെ കണ്ടപ്പോൾ ഒരു മനസ്സിനകത്തൊരു ഉൾവിളി, ചിലപ്പം നടന്നേക്കാമെന്ന്. അങ്ങനെ ഞാനിവിടെ വന്ന് എനിക്ക് എന്തായാലും ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇവിടുന്ന് അതും ആരും പറഞ്ഞല്ല, ഇവിടെ ഞാൻ സാക്ഷ്യങ്ങൾ കാണുന്ന കൂട്ടത്തിൽ ഓരോരുത്തരിങ്ങനെ വയറ്റിൽ തൈലം പുരട്ടുന്നതും പിന്നെ ഉപ്പും തേനും ഒക്കെ ഉള്ളിൽ കഴിക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ടും കേട്ടുമൊക്കെ ആയിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ദിവസവും വയറ്റിലിങ്ങനെ തൈലം പുരട്ടി അങ്ങനെ ഇങ്ങനെ ഉടമ്പടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നത്. ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞാണ് എനിക്ക് കുഞ്ഞാവുന്നത്, പ്രഗ്നൻ്റ് ആവുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് അയൽപ്പക്കത്തൊക്കെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. എനിക്ക് ഈ ചെക്കപ്പിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുകൂടാതെ പിന്നെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. ഓരോരുത്തർക്ക് കൊടുക്കുമ്പം പലരും എൻ്റെ അടുക്കെ ഇത് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ പോയിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുമായിരുന്നു. എങ്കിലും ആരെന്ത് പറഞ്ഞാലും ഞാൻ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ല, കാരണം ഇതിനെക്കുറിച്ച് ഏതാ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും എന്നെക്കൊണ്ട് അറിയാവുന്നവരെ ഞാൻ ഓരോരുത്തരോട് ചോദിച്ച് പറഞ്ഞൊക്കെയായിരുന്നു ഞാൻ പത്രങ്ങളൊക്കെ കൊടുക്കുന്നതും ബൈബിൾ വായിക്കുന്നതും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതും. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ടും അതേപോലെ 7 മണിയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിലെല്ലാവർക്കും, എൻ്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ എല്ലാവർക്കും ഈ മാതാവിൽ നല്ല വിശ്വാസമാണ്. കാരണം അവർക്കിപ്പം മാതാവ് കഴിഞ്ഞുള്ളൂ മറ്റെന്തും. ആ ഒരു രീതിയിലിപ്പോൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താലും വീട്ടിലൊരു വിശേഷം വന്നാൽ പോലും മാതാവിനൊരു മാല ചാർത്തിയിട്ടേ വേറെ എന്തും ചെയ്യൂ. എനിക്കെല്ലാ രീതിയിലും എനിക്കെല്ലാം അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ തന്ന് സഹായിച്ച യേശുവിനും അമ്മയ്ക്കും നന്ദി പറയുന്നു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ
ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. സങ്കീർത്തനം 139 16 വചനമാണ്. ഗർഭം ധരിക്കുന്നതിനുള്ള സമയം പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ എഴുതപ്പെട്ടതാണ്. വൈകിയാലും ആ ദൈവത്തിൻ്റെ നിശ്ചയ സമയത്തിൽ ആ അനുഗ്രഹം ലഭിക്കുവാണ്. കൃപാസന ഉടമ്പടി വഴി ദൈവത്തോടുള്ള വിശ്വാസവും സമർപ്പണവും ആഴത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മീയ ബന്ധമാണ് ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെയാണ് പല മക്കളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയോടും അമ്മയോടും അടുക്കുമ്പോൾ അവിടെ ജീവിതത്തിൽ തന്നെ ഒരു പുതിയ വഴി ഈശോ അമ്മയെ തുറന്നു കൊടുക്കുകയാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ശേഷം കുഞ്ഞിൽ ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയും സമയവും തെളിയിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഈ മകള് ആരതി ഷാജിയുടെ സാക്ഷ്യത്തിൽ 7 വർഷം കഴിഞ്ഞാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് പല ഡോക്ടേഴ്സിനെ കാണുകയും ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞത് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെന്നും പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് PCOD ആണെന്നും അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഓരോ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ഹസ്ബൻഡിൻ്റെ സഹോദരി പറയുന്നത് കൃപാസനത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഈ മക്കൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് 1 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞത് IVF വേണമെന്നാണ്. ഈ മകൾ എല്ലാ ട്രീറ്റ്മെൻറ്റും സ്റ്റോപ്പാക്കി ഉടമ്പടി വസ്തുക്കളായ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും മാത്രമാണ് ഈ മക്കൾ ഉപയോഗിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത ഉടനടി 1.5 മാസത്തിന് ശേഷം ഈ മകൾ കൺസീവ് ആവുകയായിരുന്നു. ഈശോയുടെയും അമ്മയുടെയും വലിയൊരു അനുഗ്രഹമാണ് ഈ മക്കൾക്ക് കിട്ടിയത്. 6-7 വർഷം കാത്തിരുന്നിട്ടും സാധിക്കാഞ്ഞത് ഉടമ്പടി എടുത്ത ഉടനടി 1.5 മാസത്തിന്, അതായത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിരിക്കാം, വർഷങ്ങളോളം കാത്തിരിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്ത ശേഷം ഉടനടി ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിൽ നാം കേൾക്കുന്നത്. ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് പല സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മക്കളുടെ ജീവിതത്തിലും 7 വർഷം കാത്തിരുന്നതിന് ശേഷം ഈ മക്കൾക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം ദൈവത്തിൻ്റെ പദ്ധതിയിൽ എഴുതപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം വിശ്വസിക്കാവുന്ന ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം നാം സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കാത്തിരിപ്പുകൾക്കും വേദനകൾക്കും അർത്ഥമുണ്ടെന്നും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഓരോ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കാം, വർഷങ്ങളായി കാത്തിരിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി വന്നു കഴിയുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, കാരണം സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. 7 വർഷം കാത്തിരുന്നിട്ട് ഈ മക്കൾക്ക് 1.5 വർഷം കൊണ്ട് ഈ കുഞ്ഞിനെ കിട്ടിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ഒരു ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മുടെ പ്രാർത്ഥനകൾ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കൃപാസനം അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 11-ാം വചനം പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ്. നമുക്കും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. കാരണം നമ്മുടെ കൂടെ കൃപാസനം അമ്മയാണ് നമ്മെ ഈശോയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. ആരതിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.